റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോജി എം ജോൺ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. റോജി എം ജോൺ അങ്കമാലിയിൽ നിന്നുള്ള യുവമുഖമാണ്. അദ്ദേഹത്തിന്റെ മൂന്നാം ഊഴമാണ് നിയമസഭയിൽ മന്ത്രിയായി ഇതാദ്യമായി എത്തുന്നു. 43 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവ നേതാവ്. അദ്ദേഹവും ഒരു സൗമ്യ സാന്നിധ്യം എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകളൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം അദ്ദേഹം പ്രതിപക്ഷ നിരയിൽ ഇരുന്ന സമയത്തൊക്കെ നടത്തിയിട്ടുള്ള ഓരോ ഇടപെടൽ അത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ചില സംഭവ വികാസങ്ങൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണം, ആ സമയത്ത് അദ്ദേഹം സ്വീകരിച്ച ഇടപെടലുകൾ അതെല്ലാം വളരെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. പക്വതയാർന്ന അദ്ദേഹത്തിൻ്റെ സമീപനം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം എല്ലാ നേതാക്കൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും റോജി എം ജോൺ എന്ന അങ്കമാലിയിൽ നിന്നുള്ള യുവ നേതാവ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയൊക്കെ വളർന്നു വന്ന JNUവിലൊക്കെ ഉണ്ടായിരുന്ന റോജി എം ജോൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.